നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ സ്വിച്ച് ചെയ്ത് വലത്തോട്ട് നീക്കം നടത്തുക. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള തന്ത്രം. മുൻപ് ബാൽക്കോട്ട് ആക്രമണത്തിന് മുൻപും സമാനമായ നീക്കമായിരുന്നു PM മോദി നടത്തിയിരുന്നത്. ഇന്ത്യ മറ്റെന്തൊക്കെയോ ആസൂത്രണം ചെയ്യുകയാണെന്ന് ശത്രു രാജ്യത്തെ ധരിപ്പിച്ച് ശ്രദ്ധ തിരിച്ചുവിടുന്നു. പിന്നാലെ നെഞ്ചും കൂടെ നോക്കി ആഞ്ഞൊരു പ്രഹരം. ആ വേദനയിൽ നിന്ന് ഒരു കാലത്തും മുക്തമാവാത്ത രീതിയിലുള്ള പ്രഹരം. പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാൻ ഇന്ത്യ നൽകിയ മറുപടിയും സമാനം തന്നെയാണ്. ഇന്ത്യൻ സർക്കാരിന്റെ ശ്രദ്ധയാകെ രാജ്യത്തെ പൗരന്മാരുടെ സംരക്ഷണത്തിലേക്ക് എന്ന് തോന്നും വിധത്തിലുള്ള നീക്കങ്ങളാണ് 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നത് മോക്ക് ഡ്രില്ല് നടക്കാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനങ്ങളിലെ പൗരന്മാരോടെല്ലാം സജ്ജരായിരിക്കാനും ഏത് അടിയന്തരാവസ്ഥയെയും നേരിടാൻ പാകത്തിൽ മോക്ക് ഡ്രില്ല് നടത്താനുമുള്ള നീക്കം മോദി തന്ത്രത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ശ്രദ്ധ മൊത്തം മോക്ക് ഡ്രില്ലിലേക്ക് മാറുന്ന സാഹചര്യത്തിലാണ് നിശബ്ദമായി ആരുമൊന്നും അറിയാതെ അർദ്ധരാത്രി തന്നെ സൈന്യം നീക്കം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വസതിയിലിരുന്ന് ആക്രമണം നേരിട്ട് കണ്ടു. സംയുക്ത സേനാ മേധാവിയും 3 മേധാവിമാരും പുലർച്ചെ 3 വരെ ജാഗ്രതയോടെ കാത്തിരുന്നു. ഒരു സാധാരണ പൗരനെ പോലും ഉപദ്രവിക്കാതെ സൈന്യം ലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യക്ക് ആശ്വാസം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിളിച്ച വാർത്താ സമ്മേളനത്തിലടക്കം ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിച്ചത് 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് എന്നുള്ള പ്രത്യേകതയൊക്കെ തന്നെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലുണ്ട്. ആ പേര് തന്നെ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഭർത്താവിനോടുള്ള ആദരസൂചകമായി അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പുള്ളതിന്റെ ഭാഗമായി ധരിക്കുന്നതാണ് ഈ സിന്ദൂരം. അത് തുടച്ചു കളഞ്ഞ 26 ആളുകളെ ഇത്തരത്തിൽ വിധവയാക്കിയിട്ടുള്ള ആളുകൾക്കുള്ള കനത്ത മറുപടിയാണ് ഇന്ത്യ നൽകിയത്. പഹൽഗാമിലെ ബൈസറൻ വാലിയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചു തുടങ്ങിയത്. പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്നും ലഷ്കർ ഇ തോയ്ബയാണ് ആക്രമണം നടത്തിയതെന്നും കശ്മീരിലെ സമാധാനവും ടൂറിസവും സാമ്പത്തിക വളർച്ചയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷി എന്നിവരും ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ സിഗ്നൽ കോർപ്സിലെ ഉദ്യോഗസ്ഥയാണ്. സൈനിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഇവർ. 35 വയസ്സിനുള്ളിൽ ചരിത്രപരമായ പല നേട്ടങ്ങളും ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഈ 2 വനിതാ ഉദ്യോഗസ്ഥരെ തന്നെ ഇതിന്റെ മറുപടി പറയാൻ മോദി ഏൽപ്പിച്ചതിന് പിന്നിലും മറ്റൊരു കാര്യമുണ്ട്. അന്ന് നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണം നടന്ന് തന്റെ ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു യുവതി കരയുന്നുണ്ടായിരുന്നില്ല, നിശബ്ദമായി ഇരിക്കുന്ന ആ ഒരു ചിത്രം നമ്മൾ ഒരു കാലത്തും മറക്കില്ല. സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ തന്നെ ആ ചിത്രമായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടതും. അന്ന് കുറിച്ചു വെച്ചിരുന്നു അതിനുള്ള മറുപടി നൽകുമെന്ന്. അന്ന് ആ ഭീകരർ പറഞ്ഞത്, നിന്നെ ജീവനോടെ വിടുന്നത് ഇതൊക്കെ തന്നെ നീ മോദിയോട് പോയി പറയാനാണ്. ഇന്ന് അതിനുള്ള മറുപടി മോദി പറയിപ്പിച്ചതും 2 സ്ത്രീകളെ കൊണ്ട് തന്നെയാണ്. അതിലൊന്നാണ് ഇപ്പോൾ സോഫിയ ഖുറേഷിയും. 2016 ഇന്ത്യയിലെ പൂനെയിൽ നടന്ന അന്താരാഷ്ട്ര സൈനിക പരിശീലനത്തിൽ ഇന്ത്യയുടെ 40 അംഗ സംഘത്തെ നയിച്ച ചരിത്രം സൃഷ്ടിച്ച ഖുറേഷി. സോഫിയ ഖുറേഷി എല്ലാ പങ്കാളി രാജ്യങ്ങളെയും ഏക വനിതാ സംഘ നേതാവ് എന്ന നിലയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. സോഫിയ ഖുറേഷിയുടെ പിതാവ് സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ബയോകെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടിയ സോഫിയ സൈന്യത്തിൽ ചേരുന്നതിന് മുൻപ് ശാസ്ത്രജ്ഞയായി പ്രവർത്തിച്ചിരുന്നു. പുനെയിൽ നടന്ന യുദ്ധാഭ്യാസത്തിൽ ആസിയാൻ അംഗരാജ്യങ്ങളും ജപ്പാൻ, ചൈന, റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദക്ഷിണ കൊറിയ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികളും ഉൾപ്പെടെ 18 രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ പങ്കെടുത്തിരുന്നു. ഇവരിൽ ഏക വനിതാ ഓഫീസറും സോഫിയ ഖുറേഷിയായിരുന്നു. 2006 കോൺഗോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തു. സോഫിയ ഖുറേഷിയുടെ നേട്ടങ്ങൾ ഇന്ത്യയിലെ വനിതകൾക്ക് സൈന്യത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുന്നതിനും പ്രചോദനമായിട്ടുണ്ട്. ഇവരുടെ ജീവിതം സോഫിയ ഖുറേഷി സൈന്യത്തിലെ മറ്റൊരു ഉദ്യോഗസ്ഥനായ മേജർ താജുദ്ദീൻ ഖുറേഷിയാണ് ജീവിത പങ്കാളിയാക്കിയിരിക്കുന്നത്. ഇവർക്കൊരു മകനുണ്ട്. സിഗ്നൽ കോർപ്സിൽ സേവനമനുഷ്ഠിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ത്രീകൾക്കും ഇന്ത്യൻ ആർമിയിലെ ശ്രദ്ധേയ വ്യക്തിത്വമായി മാറി. 1999 സ്വന്തം നാട്ടിൽ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിലൂടെ കമ്മീഷൻ ചെയ്യപ്പെട്ട ഈ വനിതാ ഓഫീസർ സിഗ്നൽ റെജിമെന്റുകളിലെ കലാപവിരുദ്ധ മേഖലകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു. പഞ്ചാബ് അതിർത്തിയിലെ ഓപ്പറേഷൻ പരാക്രമത്തിൽ സജീവ പങ്കാളിയായിരുന്നു സോഫിയ ഖുറേഷി. വടക്കുകിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളിയായി. സൈന്യത്തിൽ തുല്യ അവസരത്തിലും തുല്യ ഉത്തരവാദിത്തത്തിലും തങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് സോഫിയ പറയാറുള്ളത്. 2010 മുതൽ
PKOകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണിവർ. ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. NCCയിലൂടെയാണ് ഇവർ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി കമ്മീഷൻ ചെയ്യപ്പെട്ട വ്യോമിക സിംഗിനും 2019 ഡിസംബർ 18 ഫ്ലൈയിംഗ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷൻ ലഭിച്ചു. സൈനിക ഉദ്യോഗസ്ഥയാകുക എന്നത് വ്യോമികയുടെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു. 2500-ലധികം മണിക്കൂറുകൾ ഹെലികോപ്റ്റർ പറത്തിയിട്ടുള്ള വ്യോമിക സിംഗ് ജമ്മു കാശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയുൾപ്പെടെ ഏറ്റവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ ചേതക്, ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട്. 2020 അരുണാചൽ പ്രദേശിൽ ഉൾപ്പെടെ നിരവധി രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. 2021 21,650 അടി ഉയരമുള്ള മണിരംഗ് പർവ്വതത്തിലേക്കുള്ള പർവ്വതാരോഹണ പര്യവേഷണത്തിലും പങ്കാളിയായി. സ്കൂൾ കാലം മുതൽ തന്നെ പറക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹമാണ് വ്യോമികയെ ഇന്ത്യൻ വ്യോമസേനയിൽ എത്തിച്ചതും. ആക്രമണത്തിന് മുൻപുള്ള PM മോദിയുടെ പ്രതികരണത്തിൽ നിന്നോ നീക്കങ്ങളിൽ നിന്നോ പാകിസ്ഥാൻ ഒരു സൂചനയും ലഭിച്ചില്ല എന്നുള്ളതും വാസ്തവമാണ്. ബലാക്കോട്ട് ആക്രമണത്തിന് മുൻപും സമാനമായിരുന്നു അവസ്ഥ. ആക്രമണം നടന്നത് 2019 ഫെബ്രുവരി 26-ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25-ന് ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ അടിസ്ഥാന വികസനത്തെക്കുറിച്ചും 2047 കൈവരിക്കേണ്ട നേട്ടങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ആ സമയം ഇന്ത്യൻ വിമാനങ്ങൾ ആക്രമണത്തിനുള്ള ടേക്ക് ഓഫ് നടത്തുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ആശങ്കയുടെ ചുളിവോ സംശയത്തിന്റെ ഛായയോ പോലും കാണപ്പെട്ടില്ല. അന്ന് അതും വലിയ ചർച്ചയായിരുന്നു. മുഖം സാധാരണ പോലെ തന്നെ ശാന്തമായിരുന്നു. ഇത്രയും സമ്മർദ്ദവും ആശങ്കയും നിറയുന്ന സാഹചര്യത്തിലും ശത്രുവിനെ വഞ്ചിക്കാനുള്ള PM മോദിയുടെ തന്ത്രമാണ് ചർച്ചയാവുന്നത്. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശരിക്ക് പഠിച്ചില്ല എന്നതാണ് ഇന്നത്തെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും പറയാനാവുക. രാജ്യത്തെ നിഷ്കളങ്കരായ പൗരന്മാർക്ക് നേരെ വെടിയുതിർത്തതിന് പകരം ചോദിക്കുമെന്ന് ഇന്ത്യ വ്യക്തമായി പറഞ്ഞിരുന്നു. ലോകരാജ്യങ്ങളെ ഒന്നടങ്കം തിരിച്ചടിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഘട്ടം ഘട്ടമായുള്ള നീക്കങ്ങളിലൂടെ പാകിസ്ഥാന്റെ ചങ്ക് നോക്കി ഇന്ത്യ ആഞ്ഞുകുത്തിയത്. 9 ഭീകരരുടെ താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-ത്വയ്ബ എന്നീ കേന്ദ്രങ്ങളാണ് തകർന്നവയെല്ലാം. 26 നിരപരാധികളുടെ ജീവനെടുത്തതിന് ഇന്ത്യ ഭീകരർക്ക് കൊടുത്ത തിരിച്ചടിക്ക് നൽകിയ പേര് പോലും ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ പേര് നൽകിയത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വെറും ഒരു പേരല്ല, ഒരു സന്ദേശം കൂടിയാണ്. സിന്ദൂർ അഥവാ വർമില്ലർ എന്നത് വിവാഹിതരായ ഹിന്ദു സ്ത്രീകളുടെ അടയാളമാണ്. ഭർത്തൃമതിയായ ഹിന്ദു സ്ത്രീകൾ നെറുകയിൽ ചാർത്തുന്ന ചുവന്ന തിലകമാണ് സിന്ദൂരം. ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പഹൽഗാമിൽ കർണാടക സ്വദേശി മഞ്ജുനാഥിനും നേവി ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിലും നേരെ ഭീകരർ വെടിയുതിർത്തത് ഭാര്യമാരുടെ കൺമുന്നിൽ വെച്ചാണ്. ഭർത്താവിനെ കൊന്നില്ലേ, തന്നെയും കൂടി കൊല്ലുവെന്ന് പറഞ്ഞ മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയോട് നിന്നെ കൊല്ലില്ല, മോദിയോട് പോയി ആക്രമണത്തെക്കുറിച്ച് പറയൂ എന്നായിരുന്നു ഭീകരർ നൽകിയ മറുപടി. അത് ഒരു കാലത്തും ഒരു രാജ്യവും മറക്കാൻ പോകുന്നില്ല. ഹണിമൂൺ ആഘോഷിക്കാനാണ് വിനയ് ഭാര്യ ഹിമാൻഷി നർവാളിനോടൊപ്പം കശ്മീരിലെത്തിയത്. വെറും 6 ദിവസത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിലാണ് ഹിമാൻഷിക്ക് ഭർത്താവിന് നഷ്ടമായത്. വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിൽ ഹിമാൻഷി ഇരിക്കുന്ന ചിത്രം ഏവർക്കും മറക്കാനാവാത്ത നോവായി. ദിവസങ്ങൾക്ക് ശേഷം വിനയുടെ അനുസ്മരണ ചടങ്ങിൽ ഹിമാൻഷി പങ്കെടുത്തു, നെറുകയിൽ സിന്ദൂരമണിയാതെ. നിരവധി സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരർക്ക് തിരിച്ചടി നൽകുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനേക്കാൾ അനുയോജ്യമായ മറ്റെന്ത് പേരാണ് നൽകുക എന്നാണ് രാജ്യം ഒന്നാകെ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും അധികം സിന്ദൂർ കൃഷി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കശ്മീർ. അങ്ങനെ നോക്കുമ്പോൾ ഈ പേര് അനുയോജ്യം തന്നെയാണ്. എന്തായാലും അന്ന് ഞങ്ങളുടെ സ്ത്രീകളോട് പറഞ്ഞയച്ചതിനുള്ള മറുപടി ഇന്ന് അതേ സ്ത്രീകൾ തന്നെ നൽകിയിരിക്കുകയാണ്. ഇതുതന്നെയാണ് തങ്ങളുടെ വിജയം. ഇതുതന്നെയാണ് ഓരോ ഇന്ത്യൻ പൗരനും ഏപ്രിൽ 22 മുതൽ ഈ രാവിലത്തെ ഒരു നിമിഷം വരെ ആഗ്രഹിച്ചിരുന്ന കാര്യവും.